ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂണിഫോം പിനാഫോറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് ആയിട്ടാണ്. ഇത് ഞാൻ എൻ്റെ മോൾക്ക് തന്നെ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ യോക്ക് ഭാഗമാണ് കട്ട് ചെയ്യുന്നത്. സ്ക്രീനിൽ കാണിച്ച പോലെ അതിൻ്റെ അളവുകളൊക്കെ 1.5 ഇഞ്ച് സീം അലവൻസ് എല്ലാത്തിനും ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ താഴ്ഭാഗം 1/2 ഇഞ്ച് കയറ്റിയിട്ട് ഒരു കർവാക്കി വെട്ടിക്കൊടുക്കണം. ഇതിൻ്റെ കഴുത്ത് നമ്മൾ ഇപ്പം കട്ട് ചെയ്യുന്നില്ല. കഴുത്ത് കട്ട് ചെയ്യാൻ വേറൊരു പീസ് എടുത്തിട്ട് അതിലാണ് കട്ട് ചെയ്യുന്നത്. ഭാഗത്തിൻ്റെ കട്ടിങ് കഴിഞ്ഞ് ഇനി ഒരു പീസ് എടുത്തിട്ട് കഴുത്ത് 4.5 ഇഞ്ച് ഇറക്കോ 2 ഇഞ്ച് വീതിയോ ഇത് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ 3 ഭാഗത്തേക്കും 2 ഇഞ്ച് കൂടുതൽ എടുക്കണം. അങ്ങനെ ബാക്കിലും ഫ്രണ്ടിലും അതുപോലെ 2 പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ സ്കേർട്ട് പോർഷനാണ് വെട്ടിയെടുക്കുന്നത്. നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയിലാണ് സ്കേർട്ട് വെട്ടിയെടുക്കുന്നത്. അതിന് ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് ആദ്യം 1 ഇഞ്ച് അടയാളപ്പെടുത്തി പിന്നെ 3 ഇഞ്ച് 3 ഇഞ്ച് അങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ സ്കേർട്ടിൻ്റെ യോക്കെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ യോക്ക് ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. യോക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്കിൽ വെക്കാൻ പറ്റിയ ആ പീസ് ഈ വരച്ചതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ 3 വശവും ആദ്യം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണേ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ അതിൻ്റെ ഉൾഭാഗത്ത് നിന്ന് ഇങ്ങനെ വെട്ടിയെടുക്കുകയാണ് വേണ്ടത്. വെട്ടിയതിന് ശേഷം ഇതിൻ്റെ എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. കട്ടിങ് ഇട്ടതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു ഉൾഭാഗത്തേക്ക് മടക്കിയിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ അതിൻ്റെ തൊട്ട് പുറത്തൂടെ ഒരു 1/4 ഇഞ്ച് വീതിയിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് ഭാഗവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. ബാക്ക് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് ഭാഗവും ഇതുപോലെ തന്നെ ചെറിയ കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് ഇത് പ്രസ് ചെയ്തടിക്കുന്നത് ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം കേട്ടോ. വീഡിയോ കാണുന്ന പോലെ വെച്ചിട്ട് നമ്മൾ 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കണം. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ഉൾഭാഗത്തോട്ടാക്കിയിട്ട് പ്രസ് ചെയ്തടിക്കുകയാണ് വേണ്ടത്. ബാക്ക് ഭാഗം ഇതുപോലെ തന്നെ 2 സ്റ്റിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ ആം ഹോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 2 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ് കട്ട് ചെയ്തത്. ആ ക്രോസ് പീസ് ഈ ആം ഹോളിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. കട്ടിങ് ഇട്ടതിന് ശേഷം അത് ഉൾഭാഗത്തേക്കാക്കി മടക്കി സ്റ്റിച്ച് ചെയ്യണം. 2 ഭാഗവും ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്കേർട്ട് പോർഷനാണ്. സ്കേർട്ട് പോർഷൻ നമ്മൾ 3 ഇഞ്ച് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചത് ആദ്യത്തെ ഒരു ഡോട്ട് വന്ന് മറ്റേ ഡോട്ടും അങ്ങനെ ഇതൊരു ബോക്സ് ടൈപ്പ് മോഡലാണ് പിനാഫോറിൻ്റെ ഫ്രില്ല് വരുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്താൽ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും.
അപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഈ ഹുക്ക് അടിക്കാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് വീതിയുള്ള ഒരു തുണി മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് 3 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനത്തെ 4 പീസാണ് നമുക്ക് വേണ്ടത്. ആ 4 പീസും നമ്മൾ അടയാളപ്പെടുത്തി വെച്ച ആ മാർക്കിങ്ങിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ വീഡിയോയിൽ കാണുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എത്രയാണോ സീം അലവൻസ് ഇട്ടത്, ഇതിൽ 1.5 ഇഞ്ചാണ് ഇട്ടത്. അപ്പോൾ 1.5 ഇഞ്ച് അളന്നെടുത്തിട്ട് 2 ഭാഗവും കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം. കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം താഴ്ഭാഗം ആദ്യം 1/2 ഇഞ്ചും പിന്നെ 2 ഇഞ്ചും വീതിയിലുമാണ് ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പിനാഫോർ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ.